അപ്പോൾ ആ കൺവെൻഷനിടയ്ക്ക് എനിക്കൊരു ചെറിയൊരു രോഗസൗഖ്യം കിട്ടി. അതായത് ചെവിയെല്ലാം അടഞ്ഞായിരുന്നു, അതെല്ലാം പെട്ടെന്ന് തുറന്നു കിട്ടി. കൂടാതെ എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴെയെല്ലാം വല്ലാതെ ചൊറിച്ചിലും ഈ രോമമൊക്കെ പറഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ അതെല്ലാം സൗഖ്യം കിട്ടി. ആദ്യം അല്പസ്വല്പമൊക്കെ മടിയായിരുന്നു, എന്നാൽ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. യാതൊരു മടിയും കൂടാതെ മയക്ക് കിട്ടിയാൽ മതി, അന്നേരം പ്രസംഗിക്കും, യാതൊരു മടിയില്ല. ലൂർദിലെ അത്ഭുതം ശരിയാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു രോഗിയെയും കൊണ്ട് ലൂർദിൽ പോയി. ആ രോഗി ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ പേര് മെറി ഫെറാണ്ടെന്നായിരുന്നു. എൻ്റെ പേര് CS തോമസ്. ഞാനൊരു റിട്ടയർഡ് +2 അധ്യാപകനാണ്. എൻ്റെ ഭാര്യയുടെ പേര് സിസിലി. ഞങ്ങൾ ഇടവക കുഴിയാമ്പലിയാണ്. ചെറിയ കടയുണ്ട് ചെമ്പേരിയിൽ. അവിടെ ചെറിയ വിൽപ്പനയും പിന്നെ സുവിശേഷയിലേക്ക് ചെയ്യുന്നു. തെരുവിൽ വചന പ്രഭാഷണമുണ്ട്. എപ്പോഴും വ്യഗ്രതയാണ്. നന്നായി പ്രാർത്ഥിക്കാനോ വചനം ധ്യാനിക്കാനോ സമയമില്ല. എപ്പോഴും പണത്തിന്റെ പുറകെ ഓടുകയാണ്. ആ പണം നമുക്ക് ഉപകരിക്കില്ല. നമ്മുടെ സ്വർണത്തിനും വെള്ളിക്കും വിലയുണ്ടാകുകയില്ല. നമ്മുടെ ജീവിതം പോയാൽ എന്ത് പ്രയോജനം? മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാ നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനം? 1990 ഇവിടെ ഒരു വലിയ ധ്യാനവും കൺവെൻഷൻ ഉണ്ടായിരുന്നു. നായിക്കമ്പർ വെച്ചൊക്കെ വന്നിരുന്നു. ആ കൺവെൻഷൻ ശേഷമാണ് കൂടുതൽ ധ്യാന പരിപാടികളും നവീകരണത്തേക്ക് വരുന്നത്. അപ്പോൾ ആ കൺവെൻഷനിടയ്ക്ക് എനിക്കൊരു ചെറിയൊരു രോഗസൗഖ്യം കിട്ടി. അതായത് ചെവിയെല്ലാം അടഞ്ഞായിരുന്നു, അതെല്ലാം പെട്ടെന്ന് തുറന്നു കിട്ടി. കൂടാതെ എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴെയെല്ലാം വല്ലാതെ ചൊറിച്ചിലും ഈ രോമമൊക്കെ പറഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ അതെല്ലാം സൗഖ്യം കിട്ടി. ഇപ്പം അതൊക്കെ ആയി. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ബോധ്യം കിട്ടി. ചെറിയ അത്ഭുതത്തിൻ്റെ ഒരു അടയാളം ഈശോ തന്നു. അപ്പോൾ അതിൽ നിന്ന് നല്ല ബോധ്യം കിട്ടി. പിന്നെ പ്രാർത്ഥനയിലൊക്കെ കൂടുതൽ തീക്ഷ്ണതയുണ്ടായി. അങ്ങനെ വന്നു വരികയായിരുന്നു. പിന്നെ നായിക്കം വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട് കോട്ടയിൽ പോവുകയും ചെയ്തു. വേറെ ഏതാനും ധ്യാനമൊക്കെ കൂടി. അപ്പോൾ കൂടുതൽ ഒരഭിഷേകം കിട്ടി. മാർച്ച് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. പിറ്റേ വർഷമാണ് ഈ കട തുടങ്ങുന്നത്. പുസ്തകങ്ങളോട് താല്പര്യമുണ്ടായിരുന്നു. പുസ്തകം വിൽക്കാനും പിന്നെ ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ വിൽക്കാനും. ഞാൻ തന്നെ 4-5 പുസ്തകം ഇറക്കി. അതെല്ലാം ഫുൾ ടൈം ജേഷീൻ്റെ പുസ്തകങ്ങൾ തർജ്ജിമ ചെയ്തതാണ്. ആ തർജ്ജിമ പുസ്തകം വിൽക്കാനും പിന്നെ മറ്റ് ബുക്സൊക്കെ വിൽക്കാൻ വേണ്ടിയായിരുന്നു കട. കുറച്ച് ഫോട്ടോസും ബൈബിളും കണ്ട അതുമൊക്കെ ആയിട്ട് വിറ്റ് അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. ഇപ്പോൾ വളരെ ലളിതമായ രീതി നടക്കുന്നു. മറ്റ് ശുശ്രൂഷയും ചെയ്യുന്നു. വചനം നേരിട്ട് കൊടുക്കുക. ഇപ്പോൾ ടൗണിൽ പ്രസംഗിക്കുമ്പോൾ ടൗണിലുള്ള ആൾക്കാർക്ക് കടയിൽ ജോലിക്കടയിൽ ഇരിക്കുന്നവർക്കും ചായക്കടയിൽ ഇരിക്കുന്നവർക്കും കേൾക്കാൻ പറ്റില്ല. അക്രൈസ്തവം കേൾക്കാൻ പറ്റും. മാത്രമല്ല വചനം പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ട വിഷയമാണെന്നും കൂടി ഒരു ബോധ്യം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പള്ളിയിൽ അല്ലെങ്കിൽ കൺവെൻഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിപാടിയായിട്ട് തോന്നും. ഇപ്പോൾ ഇത് നല്ലൊരു ഇതാണ്. അതിൻ്റെ ഒരു വിഷമോ നാണക്കേടൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് തോന്നുന്നുമില്ല. ആദ്യം അല്പസ്വല്പമൊക്കെ മടിയായിരുന്നു, എന്നാൽ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. യാതൊരു മടിയും കൂടാതെ മയക്ക് കിട്ടിയാൽ മതി, അന്നേരം പ്രസംഗിക്കും, യാതൊരു മടിയില്ല. വചനത്തിൻ്റെ ഒരു ഒഴുക്ക് കിട്ടിയാൽ നമ്മൾ പ്രസംഗിക്കാം. 1 മണിക്കൂർ പ്രസംഗിക്കാൻ യാതൊരു മടിയില്ലാതെ പ്രസംഗിക്കാൻ സാധിക്കുന്നുണ്ട്. 2-3 ടീമുണ്ട്. അവർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ എപ്പോഴും പോകാറുണ്ട്. അതിന് യാതൊരു മടിയും ഇപ്പം തോന്നുന്നില്ല. എന്തെങ്കിലും ചെറിയൊരു പാട്ടോ എല്ലാം പാടിയൊക്കെ തുടങ്ങിയേക്കും. പ്രസംഗം കഴിയുമ്പോൾ ചിലർ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവസാനം ഞങ്ങൾ ആ ടൗണിന് വേണ്ടി പ്രാർത്ഥിച്ചാണ് അവസാനിപ്പിക്കുന്നത്. കടയിൽ വരുന്ന പലരോടും വചനം പറയാറുണ്ട്. അവരുടെ കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് പറയും, ധ്യാനം കൂടണമെന്ന് പറയും. അങ്ങനെ അവരെ ബോധ്യപ്പെടുത്തുന്നു. പിന്നെ വചനോത്സവം മാസിക, വചനോത്സവം ജീവജാല ഈ പ്രസിദ്ധീകരണം വിതരണം ചെയ്യുന്നുണ്ട്. ഒത്തിരി മാസിക ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അക്രൈസ്തവരും കൊടുക്കും. പിന്നെ ഈ ബൈബിൾ കുറേയെല്ലാം ഫ്രീ ആയിട്ടും കൊടുക്കും. അവരോടും അത് കൂടെ വായിക്കണമെന്ന് പറയും. അങ്ങനെയുള്ള സുവിശേഷങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ മദ്യപാനികളെ ചികിത്സിക്കാൻ കൊണ്ടുപോയിട്ട് അവരോട് ഞാൻ പറയും, മദ്യപാനം നിർത്തണമെങ്കിൽ പ്രാർത്ഥിക്കാതെ പറ്റിയില്ല, പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ ജീവിതം നശിപ്പിച്ച് കളയരുത്, മദ്യം കഴിക്കരുത്, അങ്ങനെയൊക്കെ അവരെ പറഞ്ഞ് മദ്യപാനികളെ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ഈ വചനം ആവർത്തിച്ച് പറയുമ്പോൾ അതിന് പ്രത്യേക ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ജെറമിയായോട് ദൈവം പറഞ്ഞു, എൻ്റെ വചനം അഗ്നിയും പാറ തകർക്കുന്ന കൂടവുമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വചനം പിന്നെയും പറയുമ്പോൾ
അതിന് പവറുണ്ട്. നയിക്കുമ്പോൾ എൻ്റെ ഒരു ആൻറ്റി സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററും പറഞ്ഞു വചനം എപ്പോഴും നമുക്ക് ഉറക്കെ പറയുകയും ചെയ്യണം. നമുക്കൊരു വചനം കേൾക്കുമ്പോൾ ഈ അടി വരച്ചിട്ട് കാണാൻ പഠിക്കണമെന്ന്. അങ്ങനെ കുറച്ച് വചനം കാണാൻ പഠിച്ചു. അപ്പം പ്രസംഗിക്കാനുള്ള വചനം കിട്ടുന്നു. അപ്പോൾ വചനം നമുക്ക് അതൊരു ബോധ്യമാണല്ലോ. ചില വചനം ഉറക്കം പറയുമ്പോൾ പിന്നെ അത് നമ്മളെ സ്പർശിക്കും. ഉദാഹരണമായിട്ട് ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അങ്ങനെ പിന്നെയും പറയുമ്പോൾ അതൊരു ബോധ്യം കിട്ടും. ഞാൻ എവിടെ വചനം കണ്ടാലും 2 പ്രാവശ്യം പറയും. എന്നിട്ട് പിന്നെയും പറ്റുന്ന കാണാൻ പഠിക്കാൻ നോക്കില്ല. ബുദ്ധി കൊണ്ട് കിട്ടുന്ന അറിവ്, ഒരാൾ BSc MSc PhD എടുത്തു, നല്ല അറിവ് കിട്ടി. ഈ ആത്മീയ ജ്ഞാനം എന്നുള്ളത് ഒരു ഉൾക്കാഴ്ചയാണ്. അത് നല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരെ കിട്ടുള്ളൂ. ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ. അപ്പോൾ ചില സാഹിത്യകാരന്മാർ ആത്മീയത ചെയ്തിട്ടുണ്ട്. അത് കാരണം വെച്ചാൽ അവർക്ക് പ്രത്യാശയില്ലാതെ വരുന്നു. പല കാര്യങ്ങളിലും ഒരു മീനിങ്, അർത്ഥം കണ്ടെത്താൻ കഴിയുന്നില്ല. നമുക്ക് പ്രത്യാശയുണ്ട്, കാരണം നമുക്ക് നിത്യജീവനുണ്ട്. ഈ ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതം യേശു പ്രദാനം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രത്യാശയുള്ളവർക്ക് ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർ അലക്സിസ് കാരൽ എന്നൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടിയതാണ്. അപ്പോൾ അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. ലൂർദിലെ അത്ഭുതം ശരിയാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു രോഗിയെയും കൊണ്ട് ലൂർദിൽ പോയി. ആ രോഗി ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ പേര് മെറി ഫെറാണ്ട എന്നായിരുന്നു. അവർ ക്ഷയരോഗം വന്ന് മരിക്കാറായി. ഈ ശാസ്ത്രജ്ഞനും വേറെ ശാസ്ത്രജ്ഞന്മാരും കുറച്ച് വൈദികരും ഡോക്ടർമാരൊക്കെ കൂടെ ഒരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന ആയിട്ട് ഞാൻ പുസ്തകത്തിൽ വായിച്ചിരുന്നു. അങ്ങനെ അവിടെ പോയി അവിടുത്തെ വെള്ളത്തിൽ കുടിച്ചു, പ്രാർത്ഥന ചൊല്ലി, ഒത്തിരി കൊന്തയെല്ലാം ചൊല്ലി പതുക്കെ രോഗി സുഖം പ്രാപിച്ച് ഒരാഴ്ച കൊണ്ട് നോർമലായി, ആരോഗ്യം വീണ്ടെടുത്തു. അപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ വല്ലാതെ ഞെട്ടിപ്പോയി. എൻ്റെ പരീക്ഷണവും എൻ്റെ പരിശോധനയും തെറ്റിപ്പോയോ? ഈ രോഗി എങ്ങനെ സുഖം പ്രാപിച്ചു? മരുന്ന് കൊണ്ടാണോ? അല്ല, ഇനി എങ്ങനെ സുഖം പ്രാപിച്ചു? അപ്പം അങ്ങനെ ലൂർദിലെ ദിവ്യാത്ഭുതം, മാതാവിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥയെല്ലാം ഒരു സത്യമാണ്, ആത്മീയ സത്യമാണ്. സയൻസിനപ്പുറത്തൊരു ശക്തിയുണ്ട് എന്ന് ആ ശാസ്ത്രജ്ഞൻ വിശ്വസിക്കുകയും ചെയ്തു. അദ്ദേഹം ദൈവവിശ്വാസിയായി മാറി. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണുള്ള കുർബാന. ഇപ്പോൾ സമയം കിട്ടുമ്പോൾ സൗകര്യം എപ്പോഴും ഞാൻ കുർബാന കാണാറുണ്ട്. ഒരിക്കൽ ഒരു വ്യക്തി ഫുൾട്ടൻ ഷീനെ കാണാൻ ചെന്നു. അപ്പം ഷീൻ തിരക്കായിരുന്നു. അപ്പോൾ ഷീൻ പറഞ്ഞു, ഞാൻ ഇന്നൊരു പള്ളിയിൽ അവിടെ ആരാധിക്കുക പോരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ അയാളുടെ കൂടെ പോയി. അയാൾ ഭയങ്കര ടെൻഷനുള്ള ഒരു വ്യക്തിയായിരുന്നു. അവിടെ 6 മണിക്കൂർ ധ്യാനവും പ്രാർത്ഥനയും ആരാധന കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ ടെൻഷൻ എന്താ അദ്ദേഹത്തിന് വിട്ടുപോയെന്ന് പറയും. അപ്പോൾ പ്രാർത്ഥനയും പ്രത്യേകിച്ചും കുർബാനയിൽ ഉള്ള വിശ്വാസവും പ്രാർത്ഥനയും നമ്മുടെ വലിയ സമാധാനം, യേശുവായിട്ട് നമ്മൾ ഒന്നാകുകയാണല്ലോ. കുർബാന സ്വീകരിക്കുമ്പോൾ യേശുവിൻ നമ്മുടെ ഉള്ളിൽ വരികയും യേശുവായിട്ടൊരു ഇൻറ്റിമസി കിട്ടുകയാണല്ലോ. അപ്പോൾ ആ യേശുവിനുള്ള ഐക്യം, ആ ആത്മീയ ഐക്യം ഒരു വലിയ സ്നേഹത്തിൻ്റെ ഐക്യമായിട്ട് മാറും. നമ്മുടെ വിശ്വാസം ഒരു റിവീൽഡ് റിലിജനാണ്, അതായത് വെളിപ്പെടുത്തപ്പെട്ട ഒരു മതമാണല്ലോ. അപ്പോൾ നമുക്ക് ഒത്തിരി അത്ഭുതങ്ങളുണ്ട്, ഒത്തിരി രഹസ്യങ്ങളും ഉണ്ടല്ലോ. ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ 3 വ്യക്തികളായിട്ടാണെങ്കിൽ ഒരു ദൈവമേ ഉള്ളൂ. അപ്പം നമ്മുടെ യേശുവിൻ്റെ ജനനം തന്നെ ഒരു മഹാത്ഭുതമാണല്ലോ. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് യേശു ജനിക്കുന്നു. അപ്പോൾ കന്യകയിൽ നിന്ന് ജനിക്കുന്ന ഒരു സാധാരണ ഒരു പ്രതിഭാസം അല്ലല്ലോ, അത് പ്രകൃതി അതീതമായ കാര്യമാണ്. അത് വിശ്വസിക്കുകയേ പറ്റുള്ളൂ. ആഴമായൊരു കത്തോലിക്ക വിശ്വാസം കിട്ടണമെങ്കിൽ നമ്മൾ ആഴമായി വിശ്വസിക്കണം. വിശ്വസിക്കാതെ പറ്റില്ല. കാരണം പ്രകൃതി അതീതമായ കാര്യങ്ങളുണ്ട് അതിനകത്ത്. യേശു ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, അത് നമ്മൾ വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം ലാസ്റ്റ് ഒരു അന്ധനെ സുഖപ്പെടുത്തി. അന്നേരം ഫരിസേയരൊന്നും വിശ്വസിച്ചില്ല. അവർ പറയാത് അത് അവനല്ല, അവനെ പോലെ ഇരിക്കുന്നേ ഉള്ളെന്ന്. അത്രയ്ക്കും അവർ വിശ്വസിക്കാൻ അവർ വിമുഖത കാണിച്ചു. അതുകൊണ്ട് യേശുവിനെ അംഗീകരിക്കാൻ പറ്റിയില്ല. വിശ്വസിക്കാതെ നമുക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റില്ല. അവിശ്വാസം ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ വിശ്വസിക്കുന്നത് ഏറ്റു പറയുന്നുണ്ടല്ലോ, സർവശക്തനായ ദൈവം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രകൃതിക്കും അതീതമായ കാര്യങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളാണ് നമ്മുടെ സർവശക്തനായ ദൈവം. യേശുവാണ് ഏകരക്ഷകൻ. അത് ഏറ്റുപറയുകയും ചെയ്യണം നമ്മൾ. യേശുവാണ് ഏകരക്ഷകൻ. കാരണം യേശു പറഞ്ഞില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്നാണ് പറഞ്ഞത്. ആ നിത്യജീവനെ നമ്മൾ ലക്ഷ്യമാക്കുമ്പോൾ യേശു വിശ്വസിക്കുക. യേശുവാണ് രക്ഷകൻ, യേശുവാണ് പാപമോചകൻ. യേശു ഏകരക്ഷകൻ, ലോകരക്ഷകൻ, പാപമോചകൻ, സൗഖ്യദായകൻ. ഇങ്ങനെയൊക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ. അത് എല്ലാം ബൈബിൾ വ്യക്തമായ ഓരോ സംഭവത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ യേശുവിനെ അറിയണം. നമ്മൾ അറിഞ്ഞെങ്കിലേ സ്നേഹിക്കാനും
വിശ്വസിക്കാനും സാധിക്കുള്ളൂ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.